വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് പുറകുവശത്തായിട്ടാണ്. ഇവിടുന്ന് തൊട്ടടുത്തായിട്ട് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പ്രശസ്തമായ ആലുവ തിരുവരണിക്കുളം മഹാദേവ ക്ഷേത്രമൊക്കെ വരുന്നത്. എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസോളം എയർപോർട്ടിലേക്ക് വരും. അതേപോലെ നിർദ്ദിഷ്ടമായിട്ട് പുതിയതായിട്ട് കടന്നു വരുന്ന അങ്കമാലി കുണ്ടന്നൂർ ഹൈവേ ഒക്കെ ഈ ഒരു പ്രദേശത്തിന്റെ തൊട്ടരിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സോ ഇവിടെയായിട്ട് വിൽപ്പനയ്ക്ക് ആയിട്ട് എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 പ്രോപ്പർട്ടികൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. 2 പ്രോപ്പർട്ടികളും നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. ആദ്യത്തെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് ഇതിൻ്റെ ഇടതുവശത്തായിട്ട് മറ്റൊരു പ്രോപ്പർട്ടിയും ഇതിന് സമാനമായ ഒരു പ്രോപ്പർട്ടിയും വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 പ്രോപ്പർട്ടികളാണ്. അതിലെ ആദ്യത്തെ പ്രോപ്പർട്ടി നമുക്കിന്ന് പരിചയപ്പെടാം. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണർ. വീടോ സ്ഥലമോ ഫ്ലാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി, യുവർ ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണർ. പത്തടി വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച പ്രൈവറ്റ് റോഡ് ഫ്രണ്ടേജായി വടക്കോട്ട് ദർശനമായിട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ പ്രോപ്പർട്ടി വരുന്നത്. 6.25 സെന്റ് സ്ഥലത്തിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 BHK വരുന്ന ഈ വീട് ഇനി സ്ഥലം അധികം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീടിനോട് ചേർന്ന് കിടക്കുന്ന 5 സെന്റ് സ്ഥലവും ലഭിക്കുന്നതാണ്. വീടിന്റെ മുറ്റത്തേക്ക് വന്നാൽ ഇന്റർലോക്ക് കട്ടകൾ പാകി ഒരുക്കിയ മുറ്റത്ത് 2-3 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യവും മുറ്റത്തിന്റെ ഒരു വശത്തായി വറ്റാത്ത ഒരു കിണറും നൽകിയിരിക്കുന്നു. പൂർണ്ണമായും മോഡേൺ ബോക്സി എലിവേഷനിൽ ഒരുക്കിയിരിക്കുന്ന വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോയാൽ സിറ്റ് ഔട്ട് കടന്ന് നമ്മൾ എത്തുന്നത് വീടിന്റെ ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളുടെ അലങ്കാരവും ലിവിംഗ് ഏരിയയ്ക്ക് പ്രൗഢി നൽകുന്നു. 11.57 അടി നീളവും 11.46 അടി വീതിയും വരുന്ന ലിവിംഗ് ഏരിയയ്ക്ക് വേണ്ടി 132.59 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കിടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. വലിയൊരു ഹോളായിട്ടാണ് ഡൈനിങ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. താഴെ നിലയിലെ 2 ബെഡ്റൂമുകളിലേക്കും കിച്ചണിലേക്കും മുകളിലെ നിലയിലേക്കുള്ള സ്റ്റെയറിന്റെയും എല്ലാം എൻട്രൻസ് വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി നല്ല ഒരു ഹാൻഡ് വാഷ് ഏരിയയും ഒരുക്കിയിരിക്കുന്നു. 21.17 അടി നീളവും 9.95 അടി വീതിയും വരുന്ന ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് 210.64 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരുന്നുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയാൽ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ കബോർഡുകൾ സഹിതമുള്ള സാമാന്യം വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നു. 11.36 അടി നീളവും 9.08 അടി വീതിയും വരുന്ന കിച്ചണിന്റെ വിസ്തീർണം 103.14 സ്ക്വയർ ഫീറ്റ് ആണ്. ഇനി നമുക്ക് ബെഡ്റൂമുകൾ പരിചയപ്പെടാം. താഴെ നിലയിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് കടന്നാൽ 13.22 അടി നീളവും 10.84 അടി വീതിയും 143.3 സ്ക്വയർ ഫീറ്റും വിസ്തീർണം വരുന്ന ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം സഹിതമാണ് വരുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷനിൽ നല്ല കബോർഡും സീലിംഗുകളിൽ LED ലൈറ്റുകൾ പഞ്ച് ചെയ്ത് നൽകിയിരിക്കുന്നതും ബെഡ്റൂമുകൾക്ക് ഭംഗി പകരുന്നു. താഴത്തെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോയാലും നമ്മൾ തൊട്ടു മുൻപ് കണ്ട ബെഡ്റൂമിന്റെ സമാനമായിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡുകളും LED ലൈറ്റുകളും എന്നിവയെല്ലാം ഇവിടെയും നമുക്ക് കാണാം. 13.12 അടി നീളവും 10.85 അടി വീതിയും വരുന്ന ഈ ബെഡ്റൂമിന് 142.35 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം വരുന്നത്. മുകളിലത്തെ നിലയിലെ കാഴ്ചകളിലേക്ക് പോയാൽ സ്റ്റെയറുകൾ കയറി നമ്മൾ എത്തുന്നത് ചെറിയൊരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. 9.22 അടി നീളവും 7.49 അടി വീതിയും വരുന്ന ഈ ഒരു ചെറിയ ലിവിംഗ് ഏരിയയിൽ നിന്നാണ് മുകളിലത്തെ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസും വരുന്നത്. മുകളിലത്തെ ബെഡ്റൂം ഏതാണ്ട് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമുകൾക്ക് സമാനം തന്നെയാണ്. 13.76 അടി നീളവും 10.89 അടി വീതിയും വരുന്ന 149.84 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരുന്ന ബെഡ്റൂമുകളിൽ അറ്റാച്ച്ഡ് ബാത്റൂം കബോർഡ് എല്ലാം ഒരുക്കിയിരിക്കുന്നു. വീടിന്റെ ബാൽക്കണിയിലേക്ക് പോയാൽ വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ടെറസ് ഗാർഡനിങ് എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സംതൃപ്തി പകരും വിധമാണ് ഇവിടുത്തെ ഈ ഒരു ബാൽക്കണി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഈ വീടിന്റെ പ്രധാന നിർമ്മാണ സാമഗ്രികൾ എടുത്ത് പരിശോധിച്ചാൽ ഇലക്ട്രിക് സെക്ഷനിൽ സിംഗിൾ ഫേസ് കണക്ഷൻ വരുന്ന ഈ വീടിന്റെ ELCB, MCB കേബിളുകൾ, സ്വിച്ചസുകൾ എന്നിവയെല്ലാം V-Guard എന്ന ബ്രാൻഡിന്റെയും, സാനിറ്ററി സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ജോൺസന്റെയും സെറയുടെയും ജാഗറിന്റെയും ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കെജാരിയുടെയും സമാനിയുടെയും ടൈലുകളും ബർജറിന്റെ പെയിന്റ്സുമാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇതിന് സമാനം തന്നെയാണ് തൊട്ടപ്പുറത്തുള്ള ഒരു പ്രോപ്പർട്ടി. ലാൻഡിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ലാൻഡ് ഏരിയ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടിക്ക് 6.3 സെന്റ് ഉണ്ട്. 6.4 ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും 6.3 സെന്റ് സ്ഥലമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വൈസ് ഈ പ്രോപ്പർട്ടി മറ്റേ പ്രോപ്പർട്ടി ഏകദേശം സെയിം തന്നെയാണ്. ഇനി ഇതിന് രണ്ടിനും ഇതിന്റെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില, ഇതാണല്ലോ നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം. ഇത് രണ്ട് പ്രോപ്പർട്ടിക്കും ഇതിന്റെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 55 ലക്ഷം രൂപയാണ്. രണ്ട് പ്രോപ്പർട്ടിയും 1600 സ്ക്വയർ ഫീറ്റ് 3BHK തന്നെയാണ് വരുന്നത്. ഈ 55 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഡ്രീം സ്റ്റാൻഡിന്റെ സബ്സ്ക്രൈബേഴ്സിനും ഡ്രീം സ്റ്റാൻഡിന്റെ കസ്റ്റമേഴ്സിനും ഒരു നെഗോസിയേഷൻ എപ്പോഴും എല്ലായിടത്തും ഒരു പോസിബിൾ ആണ് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നേരെ ഫോൺ എടുത്ത് താഴെ കിടക്കുന്ന നമ്പറിൽ വിളിച്ചോളാം. അതേപോലെ കൂടുതൽ പ്രോപ്പർട്ടീസിനെ പറ്റി അറിയാനൊക്കെ ആയിട്ട് നമ്മുടെ വെബ് പോർട്ടൽ www.dreamstandrealty.com അതിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ നല്ല നല്ല പ്രോപ്പർട്ടികൾ ഓൾ കേരള നിങ്ങൾക്ക് കാണാനും പറ്റുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.